ഹായ് ഫ്രണ്ട്സ്, എല്ലാ വ്യൂവേഴ്സിനും മലയാളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഉമാകൃഷ്ണൻ. അപ്പോൾ ഇന്ന് മൈദ വെച്ചിട്ട് ഒരു 4 മണി പലഹാരമാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 150-200 ഗ്രാമിനകത്ത് വെച്ചിട്ട് 150-175 ആ ഒരു അളവിലാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ പിന്നെ എടുത്തിട്ടുള്ള സവോള, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, മുളകും, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കിത് ഒരു ചെറിയൊരു പുളിപ്പ് കിട്ടാനായിട്ട് ഞാൻ തൈര് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇനി സോഡാപ്പൊടി, ഇത് ഇത്രയും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അതിന് ഞാൻ ഈ പൊടിയിലേക്ക് ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, സവോള, ഇഞ്ചി, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പച്ചമുളകിൻ്റെയൊക്കെ എരി നന്നായിട്ട് അതിനകത്ത് ഇറങ്ങണം. അല്ലാണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ഉപ്പും സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ 1-2 പിഞ്ച് സോഡാപ്പൊടി, അത് ഒന്ന് നമുക്ക് ഇതായിട്ട് ഒരു കുമ്പളയായിട്ട് ആ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കി തൈര് ഉപയോഗിക്കുന്നു. തൈര് ഓപ്ഷണലാണ്. എനിക്ക് ആ ഒരു പുളിപ്പും കൂടെ ഞാൻ നോക്കിയിട്ട് പിന്നെ തൈര് ഒഴിച്ച് ചെയ്തപ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റ് തോന്നി. തൈര് ഞാനിപ്പോൾ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ടിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടാകും. അപ്പോൾ എനിക്ക് ആ പുളിപ്പ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇവിടെ തൈര് ചേർക്കുന്നത്. ഇഷ്ടമല്ലാത്തവർക്ക് തൈര് അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തൈരും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ തൈര് കൂടി ചേർത്തിട്ടുണ്ട്. തൈരും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വടയുടെ ഒരു അളവ്, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുറേശ്ശെ വെള്ളവും കൂടെ ചേർത്ത് ലൂസാവരുത്, നമ്മുടെ കയ്യിൽ നിൽക്കണം. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് മയപ്പെടുത്തിയെടുക്കാം. മൈദയുടെ ബാറ്റർ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചെയ്യാം. ഇത് നമുക്കൊരു വെള്ളം കയ്യിൽ തൊട്ടിട്ട്, വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ കയ്യിലെടുത്തിട്ട് അതും വെച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പറ്റാതിരിക്കും. കയ്യിൽ വെച്ച് നമുക്ക് വടയുടെ ഷേപ്പ് ആക്കണം അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. അതല്ലാണ്ട് നമുക്ക് പരിപ്പ് വടയുടെയൊക്കെ ആ ഒരു രീതിയിൽ നമുക്കിടാം. ഇതിപ്പം ഞാൻ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഹോളുള്ള രീതിയിലിടാം. അല്ലാതെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ നമുക്ക് കോരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും ഇടാം. ഇങ്ങനെ ഹോളാക്കി വേണമെങ്കിൽ നമുക്ക് ഇടാം. ഇപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാ കൂട്ടിൻ്റെ എല്ലാം നമുക്ക് ഇതിനകത്ത് ഈ എണ്ണയിൽ എത്ര പറ്റുമോ അത്രയും നമുക്ക് വറുത്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഷാലോ ഫ്രൈ പോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടാണ് ഞാനിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കുക്കിംഗ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴിതുപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡ്, അങ്ങനെ 2 സൈഡും ഒരുപോലെ നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ആക്കിയെടുക്കാം. ഓയിൽ ഞാൻ കുറച്ചെടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ബാലൻസ് വന്നു കഴിഞ്ഞാൽ റീയൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യത്തിന് വളരെ ദോഷമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു തവണ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഞാൻ വേറെ കറികളിലേക്ക് കടുക് താളിക്കാനും ഒക്കെ ആയിട്ട് അങ്ങ് എടുക്കത്തുള്ളൂ. അപ്പം 2 തവണയിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു ബ്രൗൺ കളറ് നമുക്ക് എല്ലാ ഒരു സൈഡിലും എല്ലാത്തിലും കൂടി ആയി വരട്ടെ. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം ഇതിപ്പം 2 സൈഡും ഇതായിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കോരിയെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് എടുക്കുന്ന നമ്മുടെ ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന വട ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ടിഷ്യൂ പേപ്പറിൽ ഇടുമ്പോൾ നല്ല ചൂടോടെയാണ് നമ്മളിതിപ്പം ഇടാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ടിഷ്യൂ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ടിഷ്യൂയിലേക്ക് മാറ്റുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ പലതവണയും ചൂടോടെ ഇട്ടിട്ടുള്ളത് ഇതുപോലെ ടിഷ്യൂ പേപ്പറിലേക്ക് ഈ ചൂടിൽ നമ്മുടെ എണ്ണയുടെ ചൂടിൽ ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ വടയിലും ഒക്കെ ആയിട്ട്
പറ്റി പിടിക്കാനുള്ള സാധ്യത ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വടയുടെ കൂട്ടുകൂടി ഞാനിതുപോലെ, ഇതിപ്പോൾ ഞാൻ എല്ലാത്തിലും ഹോളിട്ടാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഹോളില്ലാതെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ വടയെല്ലാം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്കൊരു 11 വട ഉണ്ടാക്കാനാണ് അതിൽ നിന്നും എനിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച് ഉണ്ടാക്കുക. കൂടുതലുണ്ടാക്കി വേസ്റ്റാക്കി കളയാതെ കറക്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക. ഇത് നല്ല മയമുണ്ട്. അപ്പം ഇത് നമുക്ക് സോസ്, ടൊമാറ്റോ സോസ്, അത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് സോസൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അതുപോലെ മുതിർന്നവർക്ക് നല്ല സ്പൈസിയാണ്. കുട്ടികൾക്ക് താല്പര്യമില്ല എങ്കിൽ സ്പൈസി നിങ്ങൾ പച്ചമുളകും ഇഞ്ചിയും കൂടുതൽ ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല ടേസ്റ്റുണ്ട്. ഇത് ഞാൻ കുക്ക് ചെയ്തിട്ട് ഞാൻ പറയുന്നതല്ല, തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് സോസൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചായക്കൊക്കെ ഇതിൻ്റെ 2 വട ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചായ നല്ല ടേസ്റ്റോടു കൂടി തന്നെ പോകും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മൈദ വട നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. പിന്നൊരു കാര്യം, ഞാൻ നിങ്ങൾക്ക് കുക്ക് ചെയ്ത സമയത്ത് പറയാൻ മറന്ന ഒരു കാര്യമാണ്. അത് പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കുക. ഇത് ഞാൻ ആ കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാര്യം നമ്മൾ സോഡാപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് അതൊന്ന് ഫെർമെൻറ്റേഷൻ നടന്ന് വരാൻ വേണ്ടിയിട്ട്, ആ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി സ്വീറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ചായക്ക് 4 മണിക്ക് അടിപൊളി ഒരു വട. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാം. എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ്. ബൈ.